ഹലോ ഗൈസ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പിക്ചർ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞങ്ങളിവിടെ പിക്ചർ സ്റ്റാൻഡ് തന്നെ ഞാൻ വിളിക്കാറ്. അതിന് നമുക്ക് ആദ്യം വേണ്ട കുറച്ച് സ്റ്റിക്സാണ്. ഞാനിവിടെ എടുത്തിരുന്ന ഐസ്ക്രീം സ്റ്റിക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം. ഞാൻ പിന്നെ സ്റ്റിക്സ് ഒന്നും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ പക്ഷേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്ന ഗ്ലൂ ഗണ്ണാണ്. കാരണം എൻ്റെ ടേബിളിൽ എപ്പോഴും ഗ്ലൂ ഗണ്ണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഒട്ടും ചെയ്യും ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട്. പിന്നെ ഞാനിതാ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സ്റ്റിക്സ് വെച്ചെടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കണമല്ലോ. ഹോൾഡ് ചെയ്ത് മീൻസ് സ്റ്റാൻഡായി നിൽക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിക്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഞാനെല്ലാം സൈഡും ഒട്ടിച്ചെടുക്കണത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തെന്ത് വീഡിയോ ആയിട്ട് വരേണ്ടതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ലെവലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കിത് പിക്ചർ വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ഗ്ലൂ ഗണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 ഐസ്ക്രീം സ്റ്റിക്സ് ആണല്ലോ വേണ്ടത്. ഞാനിപ്പോൾ ആകെ 4 ഐസ്ക്രീം സ്റ്റിക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ 5ാമത്തെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ അടിപൊളിയായിട്ടില്ലേ പിക്ചർ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം. ഞാൻ ഇവിടെ കളർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.